നമസ്കാരം. LDF സർക്കാരിനെതിരെ മാധ്യമങ്ങൾ ചമയ്ക്കുന്ന വ്യാജ വാർത്തകളും കുത്തിത്തിരിപ്പ് വാർത്തകളുമൊക്കെ തുറന്നു കാണിക്കുന്ന ഒരു പരിപാടി കേരള ന്യൂസ് 60 ആരംഭിച്ചിരിക്കുകയാണ്. ദ ഫാക്ട് ചെക്ക് എന്നാണ് ഈ പരിപാടിക്ക് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര്. പ്രേക്ഷകരുടെ ആവശ്യപ്രകാരമാണ് ഇങ്ങനൊരു പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. അതായത് മാധ്യമങ്ങൾ സത്യം തുറന്നു പറയാൻ മടിക്കുമ്പോൾ, സത്യത്തെ മനഃപൂർവ്വം തിരസ്കരിക്കുമ്പോൾ സത്യം തുറന്നു കാണിക്കാനുള്ള ബാധ്യത കേരള ന്യൂസ് 60 എന്ന് പറയുന്ന ഈ മാധ്യമ സ്ഥാപനത്തിനുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഒന്ന് ചെയ്യേണ്ട സാഹചര്യം ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്ന് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാനും മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു പരിപാടി ആരംഭിക്കുന്നത്. ഇക്കുറി LDF സർക്കാരിനെ കടന്നാക്രമിക്കാൻ മാധ്യമങ്ങൾ ഉപയോഗിച്ച രണ്ട് പേരുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ആദ്യം നോക്കാം. ഒന്ന് ജോസ് കെ മാണിയുടെ പേരും രണ്ട് ജോസ് കെ മാണിയുടെ പാർട്ടിയായിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ പേരുമാണ് മാധ്യമങ്ങൾ ഇക്കുറി വ്യാജ വാർത്തയും കുത്തിത്തിരിപ്പ് വാർത്തയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് കേരളത്തിൽ ഒഴിവ് വന്ന രണ്ട് രാജ്യസഭാ സീറ്റുകളിലേക്ക് LDF ആരെയൊക്കെ പരിഗണിക്കും എന്നതിനെക്കുറിച്ചാണ് മാധ്യമങ്ങൾ പൈങ്കിളി വാർത്ത ചെയ്തു തുടങ്ങിയത്. ഇന്ന ഘടകകക്ഷികൾക്കൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്, ചിലർക്കൊക്കെ കിട്ടാനുള്ള സാധ്യതയില്ല, ചിലരൊക്കെ പിണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവർ ആദ്യം അങ്ങ് തുടങ്ങി. പിന്നീട് പേര് വെച്ചായി കളി. അതായത് കേരള കോൺഗ്രസ് എം സീറ്റ് ആവശ്യപ്പെട്ടു, കൊടുക്കാനുള്ള സാധ്യത ഇല്ല. അതുപോലെ തന്നെ മറ്റുള്ള ഘടകകക്ഷികളും സമാനമായ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. CPM സീറ്റ് വിട്ടുകൊടുക്കില്ല, CPIക്കും CPMനും മാത്രമേ രാജ്യസഭാ സീറ്റ് ഉണ്ടാകൂ എന്നൊക്കെ പറഞ്ഞ് വലിയ പുകിലായിരുന്നു. അവസാനം രാജ്യസഭാ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ജോസ് കെ മാണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടുപോകും എന്ന് വരെ അടിച്ച മാധ്യമങ്ങൾ ഇവിടെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച പോലും നടക്കാത്ത സാഹചര്യത്തിൽ, അതിനെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാത്ത സാഹചര്യത്തിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ നേതാക്കന്മാരുടെ മുമ്പിൽ ചെന്ന് മാധ്യമപ്രവർത്തകർ കുത്തിത്തിരിപ്പ് വാർത്തയുണ്ടാക്കാൻ, അവർ പുറത്തുവിട്ടിരിക്കുന്ന വ്യാജ വാർത്ത ഒന്നുകൂടി ആളിക്കത്തിക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കുന്നുണ്ട്. റിപ്പോർട്ടർ ചാനലിലെ ഒരു അവതാരിക പ്രവീണ VN വാസവനെ കണ്ടപ്പോൾ ചോദിക്കുകയാണ്, രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് തന്നെ കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റി യോഗമൊക്കെ ചേർന്ന ശേഷം തീരുമാനമെടുക്കും, ഇപ്പോൾ അതിനെപ്പറ്റി തീരുമാനമെടുത്തിട്ടില്ല, പിന്നെ നിങ്ങൾ ഈ പറയുന്നതിൻ്റെ ഉറവിടം എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴും വീണ്ടും ആ വനിതാ മാധ്യമ പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട് ചോദ്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി ഞങ്ങൾ അതൊന്നുകൂടി ടെലികാസ്റ്റ് ചെയ്യുകയാണ്. കേരള കോൺഗ്രസിന് ആ സീറ്റിന് അർഹതയുണ്ടോ? അല്ല, പറഞ്ഞല്ലോ, ആരുടെ അർഹതയെന്നും എല്ലാം തീരുമാനിക്കുന്ന മുന്നണി സമിതിയാണ്, സംസ്ഥാന സമിതിയാണ്, ഏതെങ്കിലും ഒരു വ്യക്തിയല്ല. അത് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ സംസ്ഥാന സമിതി യോഗം ചേർന്ന് തീരുമാനമെടുത്ത് ഒരു തർക്കവും കൂടാതെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കും. അവർ UDF നിന്ന് LDFിലേക്ക് കൊണ്ടുവരുമ്പോൾ കൊടുത്ത വാഗ്ദാനവും ആ രാജ്യസഭാ സീറ്റ് നിലനിർത്തുമെന്നുള്ളതായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ CPIയും അതേപോലെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ CPM ആരോടൊപ്പം നിൽക്കുമെന്നുള്ളതാണ്. കാരണം കേരള കോൺഗ്രസിന് അർഹതയില്ലേ ശരിക്കും പറഞ്ഞാൽ? അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മറുപടി എന്റെ കയ്യിൽ നിന്ന് കിട്ടുകയല്ല. ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി സംസ്ഥാന സമിതി യോഗം ചേർന്ന് ഈ കാര്യത്തിൽ ആർക്കാണോ അർഹത അവർക്ക് കൊടുക്കും. അതിന് ഒരു തർക്കം ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. കേരള കോൺഗ്രസിന്റെ ആവശ്യം പരിഗണിക്കും. ഇല്ല, അതെന്താണെന്നുള്ളത് സംസ്ഥാന സമിതി യോഗം, കേരള കോൺഗ്രസ് ആണോ CPI ആണോ CPM ആണോ എന്നുള്ള എല്ലാം സംസ്ഥാന സമിതി യോഗം ചേർന്ന് തീരുമാനിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി? കേട്ടല്ലോ, നിരന്തരം വ്യക്തമായ ഉത്തരങ്ങൾ കൊടുക്കുമ്പോഴും അവർ ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരം കിട്ടാൻ വേണ്ടി വീണ്ടും ഇങ്ങനെ കുത്തിത്തിരിപ്പ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോട്ടെ, ഇങ്ങനെ മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവസാനം സീറ്റ് പ്രഖ്യാപിക്കുകയാണ്. അതായത് രാജ്യസഭാ സീറ്റിൽ ഒരു സീറ്റ് CPIക്കും ഒരു സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനും കൊടുക്കുകയാണ്. അതായത് നമുക്കറിയാം PP സുനീറിനും അതുപോലെ തന്നെ കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണിക്കുമാണ് സീറ്റ് കൊടുക്കുന്നത്. മാധ്യമങ്ങൾക്ക് അത് കർണത്തേറ്റ ഒരു അടി തന്നെയായിരുന്നു. അപ്പോൾ പുറത്തുവിട്ട വാർത്തകൾ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്ത വാർത്തകളൊക്കെ പണിയായത് കണ്ടപ്പോൾ മാധ്യമങ്ങൾ എങ്ങനെയാണ് അന്നത്തെ ദിവസം വാർത്ത കൊടുക്കുന്നത്? അതായത് തങ്ങൾ പറഞ്ഞ വാർത്ത പച്ചക്കള്ളമാണെന്ന് എന്തായാലും പ്രേക്ഷകരുടെ മുമ്പിൽ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ രണ്ട് കാര്യവും ഒരുമിച്ച് നടക്കണം. അതായത് ഇങ്ങനെ പ്രഖ്യാപിച്ചു എന്ന കാര്യവും നടക്കണം, ഒപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ജനങ്ങൾക്ക് തോന്നിക്കുകയും വേണം. അതുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ചില മാധ്യമങ്ങളുടെ ഹെഡ്ലൈൻ ഞാൻ വായിക്കാം. വലതുപക്ഷ മാധ്യമമായിട്ടുള്ള മാതൃഭൂമി അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: സമ്മർദ്ദത്തിന് വഴങ്ങി രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്ത് CPM. അതായത് CPM വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് ഈ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് കൊടുത്തതാണ്, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എം LDFിൽ നിന്ന് വിട്ടുപോയാനെ എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി അവർ തലക്കെട്ടിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് ജോസ് കെ മാണി വലിയ വാശിയൊക്കെ പിടിച്ചു, വിട്ടുപോകുന്നൊക്കെ പറഞ്ഞു. അവസാനം അയ്യോ, നമ്മുടെ കേരള കോൺഗ്രസ് എം LDFിൽ നിന്ന് വിട്ടുപോകുമോ, അങ്ങനെ പേടിച്ചിട്ട് കൊടുത്തതാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് മാതൃഭൂമി നടത്തിയിരിക്കുന്നത്. ഇനി നേരെ നമ്മൾ ഏഷ്യാനെറ്റിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഏഷ്യാനെറ്റിലേക്ക് വരികയാണെങ്കിൽ,
അതിൽ പറഞ്ഞിരിക്കുന്നത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ച എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ച നടത്തിയിരിക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മിന് പ്രത്യേകിച്ച് ആ സീറ്റിനുള്ള അർഹതയൊന്നുമില്ല, പിന്നെ അവർ വിട്ടുപോയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വിട്ടുവീഴ്ച ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞ് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമം. അങ്ങനെ ഇകഴ്ത്തി കാണിക്കുമ്പോൾ ജോസ് കെ മാണിക്ക് ഈ പറയുന്നത് പോലെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്താൻ തോന്നിയാലോ, അങ്ങനെ പ്രതികരിക്കുകയാണെങ്കിൽ അതിനെ അങ്ങ് വളച്ചൊടിച്ച് വേറൊരു വാർത്തയാക്കാമല്ലോ. പക്ഷേ ഇത് മാണി സാറിൻ്റെ മോനായി പോയല്ലോ. അപ്പോട്ടെ, ഇനി മനോരമ, അതായത് വലതുപക്ഷ മാധ്യമമായിട്ടുള്ള മനോരമ, അതായത് എന്നെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മുടെ മാമൻ മാപ്പിളയുടെ പത്രം പറയുന്നത് LDF-ൽ സമവായം, അതായത് വിട്ടുവീഴ്ച നടത്തി എന്ന് തന്നെയാണ് പറയുന്നത്. വിട്ടുവീഴ്ച നടത്തിയിട്ടാണ് ഈ കേരള കോൺഗ്രസ് എമ്മിന് ഇങ്ങനെ ഒരു സീറ്റ് കൊടുത്തത് എന്നാണ് പറയുന്നത്. മനോരമയ്ക്ക് നല്ല വിഷമം കാണുമല്ലോ, അത് ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ല. എന്തായിരിക്കും വിഷമത്തിന് കാരണമെന്നൊക്കെ ജനങ്ങൾക്ക് നന്നായി തന്നെ അറിയാം എന്ന് പറഞ്ഞാണ് ഇവർ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വാർത്ത പുറത്ത് വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് അടിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവർ പടച്ചുവിട്ട വാർത്ത പൊളിയുമ്പോൾ ആ വാർത്തയെ ഒരിക്കലും, അതായത് ഞങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തലക്കെട്ടുകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിനെങ്ങനെയാണ് LDF പ്രതിരോധിച്ചത് എന്നുകൂടി നമുക്കൊന്ന് കാണാം. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി, രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ഇന്ന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജോസ് കെ മാണി പത്രിക കൊടുക്കാൻ വേണ്ടി, സമർപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. കൂടെ ആരൊക്കെയാണുള്ളത്? പിണറായി വിജയൻ, മറ്റ് ഘടകകക്ഷികളെല്ലാവരും ഉണ്ട്. എങ്ങനെയുണ്ട്? ഈ ഘടകകക്ഷികളൊക്കെയാണ് പിണങ്ങിയിരിക്കുകയായിരുന്നു. ഈ സീറ്റിന് വേണ്ടി ജോസ് കെ മാണിയും അതുപോലെ തന്നെ ഘടകകക്ഷികളൊക്കെ തമ്മിൽ അടിയായിരുന്നു എന്നൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞ് പരത്തി നടന്നത്. അതുകൊണ്ടൊക്കെ തന്നെ മാധ്യമങ്ങൾ വലിയ കാര്യമായിട്ട് ഇന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുമില്ല. പുറത്തേക്ക് ഇറങ്ങി വന്ന ശേഷം ഇന്ന് ജോസ് കെ മാണി നടത്തിയ പ്രതികരണം കയ്യടി അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതുവരെ ഇത്രയും ദിവസം വരെ ജോസ് കെ മാണിയെയും കേരള കോൺഗ്രസ് എമ്മിനെയും വേട്ടയാടിയ മാധ്യമങ്ങൾക്ക് നല്ല കുറുക്കിന് കൊള്ളുന്ന മറുപടിയാണ് ജോസ് കെ മാണി കൊടുത്തത്. അദ്ദേഹം പറയുകയാണ്, മുഖ്യന്റെ സാമീപ്യത്തിലാണ്, ഘടകകക്ഷികളുടെ സാന്നിധ്യത്തിലാണ് ഞാൻ പത്രിക സമർപ്പിക്കാനായിട്ട് വന്നത് എന്ന് പറയുകയാണ്. ഒരൊറ്റ വാക്കിൽ എല്ലാം ഉണ്ട്. എന്തായാലും ആ പ്രതികരണം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഒന്ന് കണ്ടിട്ട് വരാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ഇന്ന് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ, അതോടൊപ്പം തന്നെ മറ്റ് ഘടകകക്ഷിയുടെ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ കൊടുക്കുകയുണ്ടായി. ഏക്കാലം വളരെയധികം സന്തോഷമുണ്ട്. ഈ തുടർന്നും രാജ്യസഭാ സീറ്റിലേക്ക് മത്സരിക്കുന്നു എന്നുള്ളതിൽ മാത്രമല്ല, കേന്ദ്രത്തിൽ നമുക്ക് സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ ദുർബലമാണ് കേന്ദ്രം ഇന്ന്. വളരെയധികം കാര്യങ്ങൾ, ഒരു പ്രാദേശിക പാർട്ടി എന്നതിനപ്പുറം ഇന്ന് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വളരെയധികം കാര്യങ്ങൾ ഇന്ന് കേന്ദ്രത്തിൽ ഇടപെടേണ്ടതുണ്ട്. നേരത്തെയുമുണ്ട്, വളരെ ശക്തമായിട്ട് ഇടപെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മതേതരത്വം സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമുക്കറിയാം, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നിയമ ഭേദഗതിയിൽ കേന്ദ്രം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിലുള്ള വിഷയങ്ങൾ, അതുമാത്രമല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അവകാശങ്ങൾ അത് എടുത്തു കളഞ്ഞുകൊണ്ട് ഉള്ള കേന്ദ്രത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വളരെ ശക്തമായി ഇടപെടേണ്ടതുണ്ട്. തീർച്ചയായും ലൈക്ക് മൈൻഡഡ് പാർട്ടീസ് പ്രതിപക്ഷത്ത് തന്നെ പല സംസ്ഥാനങ്ങളിലുണ്ട്. ഇവരെല്ലാം ഒരുമിച്ച് കൂട്ടി ഇതിനുള്ള പോരാട്ടങ്ങൾ നടത്തും. കേന്ദ്രത്തിൽ നിന്ന്, കോട്ടയത്തിൽ നിന്നുള്ള ഒരാൾ കേന്ദ്ര മന്ത്രിസഭയിലുണ്ട്. അപ്പോൾ ഈ റബ്ബർ പോലുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താൻ ഈ രാജ്യസഭാ അംഗത്വം കുറച്ചുകൂടി ഗുണകരമാവുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞങ്ങളുടെ റോള് തീർച്ചയായും ഞങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അവരുടെ റോളുകൾ അവർ ചെയ്യട്ടെ. പലപ്പോഴും മന്ത്രിമാർ NDA ആയിട്ട് കോട്ടയത്തുണ്ടായിരുന്നു, പക്ഷേ അവർക്കൊന്നും അതിനുള്ള നടപടികളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഏതൊക്കെയാലും ഞങ്ങളും പ്രതീക്ഷിക്കുന്നു മാറ്റങ്ങൾ ഉണ്ടാവുമെന്നുള്ളത്. ഏതൊക്കെയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയ്ക്ക് ശക്തമായ പോരാട്ടം കേന്ദ്രത്തിൽ നമ്മുടെ അവകാശങ്ങൾ അതൊക്കെ നേടിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അങ്ങനെ ആ കുത്തിത്തിരിപ്പ് വാർത്ത ജോസ് കെ മാണി തന്നെ പൊളിച്ചു കൊടുത്തു. അപ്പോൾ പുതിയ കുത്തിത്തിരിപ്പുമായി മാധ്യമങ്ങൾ ജോസ് കെ മാണിക്കെതിരെയും കേരള കോൺഗ്രസ് എമ്മിനെതിരെയും വന്നു. ആ വാർത്ത നമ്മൾ പൊളിക്കുകയാണ്. ബിനു പുളിക്കണ്ടമാണ് ഇപ്പോൾ മാധ്യമങ്ങളിലെ ഹീറോ എന്ന് പറയുന്നത്. കേരള കോൺഗ്രസിനെയും ജോസ് കെ മാണിയെയും മൊത്തത്തിൽ അപകീർത്തിപ്പെടുത്താനും തകർക്കാനുമൊക്കെ വേണ്ടി അവർ മുന്നോട്ടെടുത്ത് വെക്കുന്ന ഈ മാധ്യമങ്ങളുടെ ഒരു ഹീറോയാണ് ബിനു പുളിക്കണ്ടം എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം CPM-ൽ നിന്ന് ഇന്നലെ പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയാണ്.
എങ്ങനെ അദ്ദേഹം പുറത്തായെന്നും ആരാണ് ബിനു പുളിക്കണ്ടമെന്നുമൊക്കെ നമുക്ക് നോക്കാം. മാധ്യമങ്ങൾ ഇതൊന്നും പറയാൻ ഒരു സാധ്യതയുമില്ല. ബിനു പുളിക്കണ്ടം എന്ന് കേൾക്കുമ്പോൾ CPM ഉണ്ടായിരുന്ന ഒരാളാണ്, CPM പുറത്താക്കിയ ഒരാളാണെന്നൊക്കെ വിചാരിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും പഴയ കൊടി കുത്തിയ ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുമെന്ന്. ഒരു കൊടി കുത്തിയ കമ്മ്യൂണിസ്റ്റുകാരനുമല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് BJPയിൽ നിന്ന് CPMലേക്ക് വന്ന വ്യക്തിയാണ്. വന്ന ശേഷം എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത്? വന്ന ശേഷം അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ ജയിച്ച് ഇദ്ദേഹം അവിടെ കൗൺസിലർ ആകുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അച്ചടക്ക ലംഘനം നടത്തി ഇടതുപക്ഷത്തെ മാക്സിമം തകർക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തു വെച്ചു. നിരന്തരം ഈ കേരള കോൺഗ്രസുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടുക, അവരെ നിരന്തരം കളിയാക്കുക, പ്രകോപിപ്പിക്കുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. CPMനും തലവേദന, ഒപ്പം കേരള കോൺഗ്രസ് എമ്മിനും തലവേദന. BJP എന്ന് പറഞ്ഞ ആളാണല്ലോ, പിന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ആരുടെ അജണ്ട പ്രകാരമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ദൈവത്തിനറിയാം. അങ്ങനെ ഇദ്ദേഹം വന്ന് നിരന്തരം ഇങ്ങനെ കടന്നാക്രമണം നടത്തുന്നു, ഒരു ഫ്ലെക്സ് വെക്കുന്നു. അതായത് പറയാണ് ഇലക്ഷനെ ഭയക്കുന്ന ഒരാളാണ് ജോസ് കെ മാണി എന്ന രീതിയിലൊക്കെ ഫ്ലെക്സുകളൊക്കെ കൊണ്ടു വെക്കുന്നു. അങ്ങനെ നിരന്തരം LDFനെ പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ഈ BJPയിൽ നിന്ന് വന്ന ബിനു പുളിക്കണ്ടം. അങ്ങനെ ബിനു പുളിക്കണ്ടത്തിനെ CPM പുറത്താക്കുകയാണ്. പുറത്താക്കി കഴിഞ്ഞ ശേഷം എന്താണ് സംഭവിക്കുന്നത്? മാധ്യമങ്ങൾ വീണ്ടും കോലും എടുത്ത് അങ്ങോട്ട് പോവുകയാണ്. പഴയ BJPക്കാരനാണല്ലോ, കോലും പിടിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയും. BJPക്കാരന്മാരെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ചെല്ലുകയാണ്. ചെന്ന വഴി തന്നെ ബിനു പുളിക്കണ്ടം പറയുകയാണ് ഇത് ജോസ് കെ മാണിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി CPM ചെയ്തതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അതിനിടയിൽ പുള്ളി പറയുന്നുണ്ട്, എനിക്ക് നിരവധി വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ കോൾ വരുന്നുണ്ട്, പക്ഷെ ഞാനിപ്പോൾ അതൊന്നും സ്വീകരിക്കുന്നില്ല എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്നൊക്കെ നമുക്ക് നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മാധ്യമങ്ങൾ ഇപ്പോൾ ഇയാൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജോസ് കെ മാണിക്കെതിരെ CPMനെതിരെ ഒക്കെ ഒരുക്കാൻ ആഗ്രഹിക്കുന്ന കുത്തിത്തിരിപ്പ് വാർത്ത എന്താണെന്നൊക്കെ നമുക്ക് നന്നായി തന്നെ അറിയാം. ഇതിനെയൊക്കെ തികഞ്ഞ പുച്ഛത്തോടെ മാത്രമേ ജനങ്ങൾ കാണൂ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും ജോസ് കെ മാണിയെയും കേരള കോൺഗ്രസ് എമ്മിനെയും നിരന്തരം വേട്ടയാടിയിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇങ്ങനെ നിലയുറച്ചു നിന്ന് തന്നെ മാധ്യമങ്ങളുടെ ഈ വേട്ടയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇവർ കാണിക്കുന്ന ഈ നട്ടലിൻ്റെ പേരുണ്ടല്ലോ, ആ നട്ടല് ഒരു സാധാരണ ഇങ്ങനെ കുത്തിത്തിരിപ്പ് വാർത്തയൊക്കെ ഇറക്കി നടക്കുന്ന ആളുകൾക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയുന്ന നിലപാടായിരിക്കില്ല എന്ന് നന്നായി അറിയാം. പക്ഷേ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പ് വാർത്തയൊക്കെ ഇറക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളെയൊക്കെ തമ്മിൽ തല്ലിച്ച് 4 വശത്തേക്ക് ഓടിച്ചു കളയാമെന്ന വല്ല ധാരണയും മാധ്യമങ്ങൾക്കുണ്ടെങ്കിൽ ഇത് പാർട്ടി വേറെയാണെന്ന് ഇടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും കുത്തിരിപ്പ് വാർത്തയൊക്കെ നിങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ്സുകാരെ UDFിലെ ഘടകകക്ഷികളെ തമ്മിൽ തല്ലിക്കുന്ന പോലുള്ള പരിപാടിയൊന്നും ഇവിടെ എന്തായാലും വിലപ്പോകില്ല അമ്പാനെ എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.